നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണുക. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യം പറയാതെ മാറ്റി വെക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് പറയാതിരിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണുവാൻ സാധിക്കുന്നുമുണ്ട്. പക്ഷേ അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങളെ വിഷമിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആകുമെന്ന് വിചാരിച്ച് പറയാതിരിക്കുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി സന്തോഷകരമായിട്ട് നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും ത്യജിക്കുവാനും ത്യാഗം സഹിക്കുവാനും ഈ വ്യക്തി തയ്യാറാണ്. ഈ വ്യക്തി നിങ്ങളുമായി പുതിയ ഒരു റിക്കവറിംഗ് എനർജിയിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു റിക്കവറിംഗ് എനർജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിങ്ങളുമായിട്ട് മുറിവുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സ് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റിയെടുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിലേക്കും പുതിയ ജീവിത രീതിയിലേക്കും വരാനായി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന പല കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെയോ സാഹചര്യത്തിൽ തേർഡ് പാർട്ടിയെ ഈ വ്യക്തിക്ക് സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയോട് സഹായം ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. തേർഡ് പാർട്ടിയോട് ചിലപ്പോൾ ഈ വ്യക്തി മനസ്സ് തുറന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകാം. അത് തേർഡ് പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാകുന്നത്. പക്ഷെ പിന്നീട് തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയും അത് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അതുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രം വന്നു ചേരാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. കാരണം മറ്റാരുമായിട്ടും കൂട്ടുകൂടിയാലും തനിക്കത് ശരിയാകില്ല എന്നും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമാണ് പോസിറ്റീവായിട്ട് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തെ പടുത്തുയർത്തുവാനും സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് ഒരു കാരണവശാലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് ഊർജം ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ കളയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടിയോട് എന്തൊക്കെയോ സഹായങ്ങൾ ഈ വ്യക്തി ചോദിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയെ ചില സാഹചര്യത്തിൽ തള്ളിപ്പറയാനും സാധിക്കുകയില്ല. അതും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയെ പറയാനും സാധിക്കുകയില്ല, എന്നാൽ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുവാനോ വേണ്ടാന്ന് വെക്കാനോ അതിനും സാധിക്കുകയില്ല. അപ്പോൾ അതും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നുമൊക്കെ പൂർവാധികം ശക്തിയോട് കൂടി തന്നെ പുറത്തേക്ക് വരാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇവിടെ മാനസികപരമായിട്ട് നല്ല രീതിയിൽ ഒരു വിജയത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ നിമിഷത്തിലേക്ക് വരാൻ നിങ്ങൾ മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ പോസിറ്റീവായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയൊരു മാറ്റം, എന്താ പറയാ, പുതിയൊരു മാറ്റം അല്ലെങ്കിൽ പുതിയൊരു സന്തോഷകരമായ മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുകയാണ്. അതിന് നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സമാധാനപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്
മറ്റൊരു സത്യം കൂടിയാണ്. അതുമാത്രമല്ല നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തേർഡ് പാർട്ടിയെ ഇപ്പോൾ ഈ വ്യക്തി അധികം മൈൻഡ് ചെയ്യുന്നില്ല. കാരണം തനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ വ്യക്തി പോണില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് മാത്രം ഉറ്റുനോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടേത് മാത്രമായിട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നല്ലോണം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളുമായിട്ട് പുതിയ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു പോയതാകാം. ഒരു ആവേശത്തിന്റെ പുറത്തോ വാശിപ്പുറത്തോ ദേഷ്യം കൊണ്ടോ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം കൊണ്ടോ ഒക്കെ പറഞ്ഞു പോയതാകാം. അതുകൊണ്ട് ഈ പേഴ്സൺ അതിനോട് നല്ല രീതിയിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞു പോയ തെറ്റുകൾക്കും നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കും ഈ വ്യക്തി നന്നായി തന്നെ സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാതിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, ആരോടും പറയാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും തുറന്നു പറയുവാനും ഈ വ്യക്തി തയ്യാറാണ്. കാരണം ഈ വ്യക്തിയുടേത് മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിയുടേത് മാത്രവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നു കയറാൻ ഈ പേഴ്സൺ ഇനി അനുവദിക്കുകയില്ല. അതെന്തൊക്കെ സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞാലും അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ വ്യക്തിക്ക് സന്തോഷകരമായ മാറ്റങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രണയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മനോഭാവവും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതൊക്കെ അറിയാൻ നല്ല രീതിയിൽ താല്പര്യമുണ്ട്. നല്ല രീതിയിൽ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ വളരെയധികം ഒരു ശക്തി ഈ പ്രണയബന്ധത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ട് നമ്മൾക്ക് റിക്കവറി എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ റിക്കവർ ആവുക എന്ന് പറയുമ്പോൾ ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു മുറിവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുറിവുകൾ എത്രയും പെട്ടെന്ന് ഉണക്കിക്കൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഒരു ആർജവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ആർജവം ഈ ഒരു പ്രണയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും തേർഡ് പാർട്ടിയുടെ തകർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ വേണ്ട എന്ന് വെക്കുന്നതും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നും അകന്നു പോയ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി നന്നായി തന്നെ മനസ്സിരുത്തി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പലതരത്തിലുള്ള ചിന്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോശപ്പെട്ടതും വരാം, നല്ലതും വരാം. അതിൽ നല്ലത് മാത്രം വേർതിരിച്ചെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രം വരുന്ന രീതിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിടിവാശി കൊണ്ടൊന്നും ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല പ്രണയമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ആദ്യം വാശിയും ദേഷ്യവും ഒക്കെ കാണിച്ചത് മണ്ടത്തരമായി പോയി എന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിലൂടെ ഒന്നും യഥാർത്ഥ പ്രണയം പടുത്തുയർത്താനാകില്ല എന്നുള്ള സത്യവും കൂടി ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സമാധാനപ്രിയനായിട്ട് സമാധാനപരമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാനാകാത്ത വിധത്തിലുള്ള ഒരു സത്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും കളങ്കം ഉണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് സമാധാനപൂർവ്വം നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതവും നല്ലൊരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനും നന്നായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് അവിടെ ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.